ജമ്മു കാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ താഴ്വരയിലെ ജനങ്ങളെ കയ്യിലെടുക്കാൻ 5 വാഗ്ദാനങ്ങളുമായി കോൺഗ്രസ് ഇറങ്ങിയിരിക്കുകയാണ്. നിരവധി ജനപ്രിയ പ്രഖ്യാപനങ്ങൾ ഉൾപ്പെടുത്തിയാണ് കോൺഗ്രസിന്റെ ഈ നീക്കം. പ്രധാനമായും കാശ്മീരിലെ സ്ത്രീ വിഭാഗങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പ്രഖ്യാപനങ്ങളാണ് ദേശീയ അധ്യക്ഷനായ മല്ലികാർജ്ജുന ഖാർഗെ നടത്തിയിരിക്കുന്നത്. വനിതാ സംരംഭകർക്ക് പലിശരഹിത വായ്പ നൽകുന്നത് ഉൾപ്പെടെയുള്ള പ്രഖ്യാപനങ്ങളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. 10 വർഷത്തിന് ശേഷം ജമ്മു കാശ്മീരിൽ ഒരു തെരഞ്ഞെടുപ്പിന് സാക്ഷ്യം വഹിക്കുമ്പോൾ ഏത് വിധേനയും താഴ്വരയിലെ ഭരണം പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യം വ്യക്തമായി തെളിയിക്കുന്നതാണ് കോൺഗ്രസിന്റെ ഈ പുതിയ പ്രഖ്യാപനം. വീട്ടമ്മമാർക്ക് മാസം 3000 രൂപ വീതം നൽകുമെന്നും കൂടാതെ ഒരു കുടുംബത്തിലെ അംഗത്തിന് 11 കിലോഗ്രാം ധാന്യങ്ങൾ വീതം ലഭ്യമാകുമെന്നും കോൺഗ്രസ് പറയുന്നുണ്ട്. വനിതാ വോട്ടർമാരെ ആകർഷിക്കുക എന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തന്ത്രം തന്നെയാണ് കോൺഗ്രസ് നിയമസഭയിലും പയറ്റുന്നതെന്ന് വ്യക്തമാവുകയാണ് ഇതോടെ. ഇതിന്റെ ഭാഗമായാണ് പലിശരഹിത വായ്പ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ നൽകുമെന്ന് അവർ അറിയിച്ചിരിക്കുന്നതും. വനിതാ സംരംഭകർക്ക് 5 ലക്ഷം രൂപ വരെയാണ് പലിശരഹിത വായ്പ നൽകുക. കൂടാതെ കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ ഓരോ കുടുംബത്തിന് 25 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ നൽകുമെന്നും വാഗ്ദാനമുണ്ട്. കോൺഗ്രസ് അധ്യക്ഷനായ മല്ലികാർജ്ജുൻ ഖാർഗെയാണ് ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ നടത്തിയത്. കാശ്മീരി പണ്ഡിറ്റുകളുടെ പുനരധിവാസത്തിൽ മൻമോഹൻ സിംഗിന്റെ കാലത്ത് നടത്തിയ പ്രഖ്യാപനം പൂർത്തിയാക്കുമെന്നും ഖാർഗെ അറിയിക്കുന്നുണ്ട്. OBC വിഭാഗത്തിന് ഭരണഘടന നിഷ്കർഷിക്കുന്ന എല്ലാവിധ ആനുകൂല്യങ്ങൾ ലഭ്യമാകുമെന്നും അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രചാരണ വേദിയിൽ വെച്ച് പറഞ്ഞിരുന്നു. മുതിർന്ന കോൺഗ്രസ് നേതാക്കളായ KC വേണുഗോപാൽ, സുബോധ് കാന്ത് എന്നിവർക്ക് പുറമെ സഖ്യകക്ഷിയായ നാഷണൽ കോൺഫറൻസ് അധ്യക്ഷനായ ഫാറൂഖ് അബ്ദുള്ളയുടെയും സാന്നിധ്യത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ ഈ പ്രഖ്യാപനങ്ങളെല്ലാം തന്നെ. ജമ്മു കാശ്മീർ ജനത എന്നും ദാരിദ്ര്യത്തിൽ തുടരണമെന്നാണ് BJP സർക്കാരിന്റെ ആവശ്യമെന്നും അതുകൊണ്ട് ഇവിടെ നിലവിലുള്ള 1 ലക്ഷത്തോളം ജോലി ഒഴിവുകൾ നികത്തിയിരിക്കുന്നതായാണ് ഖാർഗെ ആരോപിച്ചത്. 4000-ലധികം സ്കൂളുകൾ കാശ്മീരിൽ അടച്ചുപൂട്ടിയെന്നും അദ്ദേഹം ആരോപിക്കുന്നുണ്ട്. അതിനിടെ തെരഞ്ഞെടുപ്പ് സന്നാഹങ്ങൾ നല്ല രീതിയിൽ പുരോഗമിക്കുകയാണ് കാശ്മീരിൽ. അവസാനമായി 2014 ജമ്മു കാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നത്. ഇക്കുറി വോട്ടർമാരുടെ പങ്കാളിത്തം വിപുലീകരിക്കാനുള്ള നീക്കത്തിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അതിനായി തന്നെ ഒരുക്കങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. രാഷ്ട്രീയ നേതാക്കളെയും പാർട്ടി പ്രവർത്തകരെയും അനാവശ്യമായി തടങ്കലിൽ വെക്കരുതെന്നും സുരക്ഷാ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി പോളിംഗ് ബൂത്തുകൾ എവിടേക്ക് മാറ്റരുതെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സർക്കാരിനോട് അറിയിച്ചിരുന്നതായാണ് അടുത്ത വൃത്തങ്ങൾ നൽകുന്ന സൂചന. കൂടാതെ അവസാന നിമിഷങ്ങളിൽ തെരഞ്ഞെടുപ്പ് റാലികൾ റദ്ദാക്കുക പതിവ് രീതി വേണ്ട എന്നും കമ്മീഷൻ അധികൃതരോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. വലിയ ഒരുക്കങ്ങൾ ജമ്മു കാശ്മീരിൽ പുരോഗമിക്കുമ്പോഴും കോൺഗ്രസ് നൽകിയിരിക്കുന്ന മോഹന വാഗ്ദാനങ്ങൾ അത് യഥാർത്ഥത്തിൽ തിരിച്ചടിയാകാനുള്ള സാധ്യതയാണ് ആശങ്കപ്പെടുത്തുന്നത്. അതിനുള്ള കാരണം 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തന്നെ കോൺഗ്രസ് ഇത്തരത്തിലുള്ള നീക്കങ്ങളെല്ലാം തന്നെ ആദ്യമേ പയറ്റിയതാണ്. കൃത്യമായി പറയുകയാണെങ്കിൽ കർണാടകയിലെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഇത്തരത്തിലുള്ള വലിയ വാഗ്ദാനങ്ങളുമായി രംഗത്ത് വന്നതാണ്. കോൺഗ്രസിന്റെ ആ വാഗ്ദാനങ്ങൾ ഒന്നുകൊണ്ട് മാത്രമാണ് കർണാടകയിൽ കോൺഗ്രസ് ഇത്ര വലിയ ഭൂരിപക്ഷത്തിൽ അധികാരത്തിലേറിയതും. എന്നാൽ കർണാടകയിൽ കോൺഗ്രസ് വലിയ ഭൂരിപക്ഷത്തിൽ അധികാരത്തിലെത്തിയതിനു ശേഷം പറഞ്ഞ എല്ലാ വാഗ്ദാനങ്ങളും ഒന്നൊന്നായി പാലിക്കാനുള്ള തീവ്രമായ ശ്രമവും നടന്നു. വലിയ പിന്തുണയും ആ സാഹചര്യത്തിൽ കർണാടക സർക്കാരിന് ലഭിച്ചിട്ടുണ്ടായിരുന്നു. സിദ്ധരാമയ്യ വനിതകൾക്ക് വേണ്ടിയുള്ള, യുവാക്കൾക്ക് വേണ്ടിയുള്ള എല്ലാ ആനുകൂല്യങ്ങളും അല്ലെങ്കിൽ എല്ലാ വാഗ്ദാനങ്ങളും ഒന്നൊന്നായി തന്നെ നിറവേറ്റാനുള്ള തീവ്ര ശ്രമവും നടത്തി. എന്നാൽ ഭരണം പകുതി പിന്നിടുന്ന സാഹചര്യത്തിൽ, അതായത് ഭരണം പകുതി വർഷങ്ങൾ പിന്നിടുന്ന സാഹചര്യത്തിൽ കനത്ത സാമ്പത്തിക പ്രതിസന്ധിയായിരുന്നു കർണാടക സർക്കാരിനെ കാത്തിരുന്നത്. കോൺഗ്രസിന്റെ ഈ എടുത്തുചാട്ടം മൂലം കോൺഗ്രസിന് കർണാടക മാത്രമായിരുന്നില്ല ഇത്തരത്തിലുള്ള പ്രതിസന്ധിയെ അഭിമുഖീകരിക്കേണ്ടി വന്നത്. കർണാടകയെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ രാജ്യത്തെ ഒട്ടുമിക്ക കോൺഗ്രസിന് സ്വാധീനമുള്ള എല്ലാ മേഖലകളിലും കോൺഗ്രസ് ഇത്തരത്തിലുള്ള വാഗ്ദാനവുമായി മുന്നോട്ട് വന്നതെന്ന് കാണാൻ സാധിക്കും. പലപ്പോഴെല്ലാം തന്നെ ഇവിടങ്ങളിൽ നിന്നും തിരിച്ചടി നേരിട്ടതായും കാണാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ ഇതേ തിരിച്ചടിയിൽ നിന്നൊന്നും തന്നെ പാഠം പഠിക്കാതെയാണ് കോൺഗ്രസ് വീണ്ടും കണ്ണടച്ചുകൊണ്ട് ജമ്മു കാശ്മീരിലും വലിയ മോഹന വാഗ്ദാനങ്ങളെല്ലാം തന്നെ നൽകുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ച് ജമ്മു കാശ്മീർ എന്ന് പറയുന്നത് അത് പ്രതീക്ഷയുടെ താഴ്വര തന്നെയാണ്. പക്ഷേ കോൺഗ്രസ് ഭരണം പിടിക്കാൻ എടുക്കുന്ന ഇത്തരത്തിലുള്ള തന്ത്രങ്ങളെല്ലാം തന്നെ തിരിച്ചടിയാകാനുള്ള സാധ്യത ഏറെയാണ്. പലപ്പോഴായി ഇത്തരത്തിലുള്ള തിരിച്ചടി നേരിട്ടിട്ടും കോൺഗ്രസ് വീണ്ടും മോഹന വാഗ്ദാനങ്ങളുമായി ഇറങ്ങിത്തിരിക്കുന്നത് ഒരർത്ഥത്തിൽ കോൺഗ്രസിനെ അടിതെറ്റാനുള്ള സാധ്യതയും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്നാൽ അതേസമയം തന്നെ BJPയെ സംബന്ധിച്ച് സംഘടിതമായ നീക്കമാണ് എല്ലാ സംസ്ഥാനങ്ങളിലാണെങ്കിലും എല്ലാ മണ്ഡലങ്ങളിലാണെങ്കിലും കാണാൻ സാധിക്കുക. അടിത്തട്ടിൽ ഇറങ്ങിക്കൊണ്ടുള്ള ആഴത്തിലുള്ള സംഘടനാ പ്രവർത്തനങ്ങൾ, ഒരർത്ഥത്തിൽ മൈക്രോ എഞ്ചിനീയറിംഗിനേക്കാളും നാനോ എഞ്ചിനീയറിംഗ് പോലുള്ള വലിയ തരത്തിലുള്ള ഇംപ്ലിമെന്റേഷൻസ് എല്ലാം തന്നെ എല്ലാ മണ്ഡലങ്ങളിലും നടത്താനായിട്ട് BJPയുടെ ഭാഗത്തു നിന്നുള്ള തീവ്ര ശ്രമം എല്ലാം തന്നെ വിജയിക്കുന്നതായും കാണാൻ സാധിക്കും. ആ സാഹചര്യത്തിലേക്കാണ് കോൺഗ്രസ് തങ്ങളുടെ മടുത്ത അഥവാ പയറ്റി തോറ്റുപോകുന്ന ആശയങ്ങളുമായി വീണ്ടും രംഗത്തേക്കിറങ്ങുന്നത്. എന്ത് തന്നെയാണെങ്കിലും കോൺഗ്രസിനെ സംബന്ധിച്ച് ജമ്മു കാശ്മീർ എന്ന് പറയുന്നത് വലിയ പ്രതീക്ഷ തന്നെയാണ്. BJPയെ സംബന്ധിച്ചും വലിയ പ്രതീക്ഷ തന്നെയാണ്. നാഷണൽ കോൺഫറൻസിനെ സംബന്ധിച്ചും വലിയൊരു തിരിച്ചറിവ് തന്നെയാണ് ഉന്നം വെക്കുന്നത്. അതുകൊണ്ട് ജമ്മു കാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും.